എക്സൈറ്റഡ് ആണ്. അതെ എക്സൈറ്റഡ് ആണ്. ലാലേട്ടനെ ശോഭനേഷിനെ വർഷങ്ങൾക്ക് ശേഷം മലയാള ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാ? നിങ്ങൾ പടം കാണാൻ ആദ്യം പോയിട്ട് നിങ്ങൾ പടം കാണും. നിങ്ങളല്ലേ ഞങ്ങളുടെ അടുത്ത് പറയേണ്ടത്? ഞങ്ങൾ പടം സിനിമ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പം നിങ്ങൾ പടം കണ്ടിട്ട് ഞങ്ങളോട് പറ എന്താണ് ഞങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ശരിയായോ എന്താണെന്നുള്ളത്. എൻ്റെ ഞാൻ പോണ് സ്റ്റാർട്ട് ചെയ്യാൻ മണിക്കൂറുകളുള്ളൂ. മണിക്കൂർ നിനക്ക് എപ്പോഴേക്ക് സിനിമ സ്റ്റാർട്ട് ആവുന്നത്? മിനിറ്റുകളുള്ളൂ. അപ്പൊ ഈ സമയത്തുള്ള ഫീലിംഗ് എന്താണ്? അതാണ് ഉദ്ദേശിച്ചത്. എക്സൈറ്റഡ് ആണ്, ടെൻഷൻ ഉണ്ട്. നല്ല സിനിമ ആണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം നല്ലൊരു ഔട്ട് പ്രതീക്ഷിക്കല്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ നല്ല സിനിമ ചെയ്തു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടല്ലേ പറയേണ്ടത്? ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ സ്ട്രാറ്റജി ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച പടമാണല്ലോ. അത് ആ കോൺഫിഡൻസിന്റെ ഒരു ഇതിലാണ്. അല്ലല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു അഹങ്കാരം അങ്ങനെ പരിപാടിയൊന്നുമില്ല. അഹങ്കാരം അല്ല, മനസ്സിലായി. ഒരു വേറെ രീതി നോക്കിയത്. കാരണം സിനിമ റിലീസാവുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താ പറയാൻ പറ്റുക? കഥ പറയാൻ പറ്റില്ല. അതായത് നമ്മളെന്താ ക്യാരക്ടർ അഭിനയിച്ചതിൻ്റെ പേരും അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്തതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലേ നല്ലത്. ഓൺ സ്ക്രീൻ ആയിട്ടുള്ള ലാലേട്ടനെ ശോഭന മാമിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ച് മിസ്സായി. ഓഫ് സ്ക്രീൻ കുറച്ച് ആൾക്കാരെ മിസ്സായി. ലാലേട്ടന് റിലീസ് കഴിഞ്ഞാൽ വരുള്ളൂ. രണ്ടാൾക്കും ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. സിനിമ കഴിഞ്ഞാൽ വരുള്ളൂ. സിനിമ കഴിയട്ടെ. സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞാലല്ലേ അതിനൊരു ഹരമുള്ളൂ. അതിന് മുന്നേ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണുള്ളത്. അല്ല താങ്ക് യു.